കൊച്ചി പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിനെ കൊന്നു വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് യുവതി ഒറ്റയ്ക്കാണെന്ന് പോലീസ്. മാത്രമല്ല, യുവതിയെ ഗർഭിണിയാക്കിയ നർത്തകനായ യുവാവിന് ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ വീട്ടുകാർക്കടക്കം പങ്കില്ലെന്നാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വരെ അതിജീവിത എന്ന ലേബലിലാണ് ഈ പെൺകുട്ടിയെ പറ്റി പോലീസ് പറഞ്ഞിരുന്നതും അത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതും. എന്തായാലും അതിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഒരു അന്വേഷണ ഘട്ടത്തിൽ വെളിപ്പെടുന്നുണ്ട്. എന്തായാലും കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പോലീസ് കോടതിയെ അറിയിക്കും. 23-കാരിയായ യുവതി ബലാത്സംഗത്തിനിരയായ അതിജീവിതയാണെന്നാണ് പോലീസ് ഇതിനു മുൻപ് അറിയിച്ചത്. എന്നാൽ അക്കാര്യത്തിൽ മാറ്റമുണ്ടാകുന്ന ചില സ്ഥിതിഗതികളാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി യുവതി പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയായ യുവാവിൻ്റെ മൊഴി പോലീസ് ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിരുന്നു. യുവതിയുമായി ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണ് എന്നുള്ള രീതിയിലായിരുന്നു യുവാവ് പോലീസിൽ നൽകിയ മൊഴി. ഇയാൾക്കെതിരെ യുവതി നിലവിൽ പരാതി നൽകിയിട്ടുമില്ല. ഇക്കാരണത്താൽ സുഹൃത്തിനെതിരെ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇയാളെ ഇന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കുമെന്നും അറിയുന്നു. താഴേക്കുള്ള വീഴ്ചയിൽ തലയോട്ടിയിലേറ്റ ആഘാതം, അതായത് തലയോട്ടിയിലേറ്റ പരിക്കാണ് കുഞ്ഞിൻ്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. അയൽ സംസ്ഥാനത്ത് പഠിക്കുകയായിരുന്ന യുവതി 1 വർഷം മുൻപാണ് മടങ്ങിയെത്തി നഗരത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്നത്. അതേസമയം സംഭവത്തിൽ ബലാത്സംഗത്തിന് കൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി. ഇൻസ്റ്റാഗ്രാം റീലുകൾ ചെയ്തിരുന്ന യുവതി എങ്ങനെയാണ് തൃശൂർ സ്വദേശിയായ നർത്തകരുമായി ഈ ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്, ഇയാളിൽ നിന്ന് ഗർഭിണിയായത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ എന്തായാലും ഈ യുവാവിന് പങ്കില്ല എന്ന് തെളിയുമ്പോഴും യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ ഇയാൾക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളതും ഇനി ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ തെളിയേണ്ട കാര്യമാണ്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത് താൻ തന്നെയാണെന്നാണ് യുവതി പോലീസിൽ നൽകിയ മൊഴി. പ്രസവിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയായി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്കിട്ടെന്നാണ് യുവതി പോലീസിൽ നൽകിയ മൊഴി. മറ്റൊരു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്, കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ പലതവണ അബോർഷൻ ചെയ്തും അല്ലാതെയുമൊക്കെ ഇല്ലാതെയാക്കാൻ യുവതി നേരത്തെയും ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇന്നലെ രാവിലെ 5 മണിയോടെയാണ് താൻ ശുചിമുറിയിൽ പ്രസവിച്ചതെന്നും കുഞ്ഞിനെ 3 മണിക്കൂറിന് ശേഷം 5-ാം നിലയിലെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ നിന്നും വലിച്ചെറിഞ്ഞെന്നും ആണ് യുവതി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. എന്നാൽ മകൾ ഗർഭിണിയാണെന്നും പുലർച്ചെ പ്രസവിച്ച വിവരവും ഒപ്പമുണ്ടായിരുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസിന് നൽകിയ ഒരു മൊഴി, അത് ആ ഒരു സമയത്ത് പല രീതിയിലുള്ള അവിശ്വസനീയത ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. വൈദ്യസഹായം നൽകാനായി അതിജീവിതയെ പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് എന്തായാലും പോലീസ് അറിയിക്കുന്നു. വിശദമായി തന്നെ യുവതിയെ ചോദ്യം ചെയ്യും. കുഞ്ഞിനെ താഴേക്കിട്ട ശേഷം പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് വിശദമായ റിപ്പോർട്ട് തന്നെയാണ് തേടിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 8:20 കൂടിയാണ് പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. സമീപവാസിയായ ജിതിൻ ഷിപ്പ്യാർഡിനടുത്തുള്ള സ്കൂളിൽ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. ഒരു വാഹനം അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോയെന്നും അത് കടന്നു പോകാൻ തൻ്റെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കുഞ്ഞും കൊറിയർ പാക്കറ്റും കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ജിതിൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹം പോലീസിനെ വിളിക്കുന്നു. 8:45 പോലീസും മാധ്യമ പ്രവർത്തകരും സ്ഥലത്തെത്തുന്നു. പ്രഭാത നടപ്പുകാരും അത്യാവശ്യം ഗതാഗത തിരക്കുമുള്ള റോഡായിരുന്നു ഇത്. എന്നാൽ ഇവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് 8 മണിയോട് അടുപ്പിച്ചായിരിക്കും സംഭവം എന്നൊരു അനുമാനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. ഇതിനിടെ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണി പൈനുത്തറയും സ്ഥലത്തെത്തുന്നു. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ അതിനിർണായകമായ വഴിത്തിരിവുണ്ടാകാനും കാരണമായത്. ആമസോൺ കൊറിയറിന്റെ ഒരു പാക്കറ്റിൽ പൊതിഞ്ഞാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞതെന്നും വ്യക്തമായിരുന്നു. ഈ പാക്കറ്റ് രക്തത്തിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നുവെങ്കിലും ഇതിലെ ബാർകോഡ് സ്കാൻ ചെയ്തെടുക്കാൻ പോലീസിന് സാധിച്ചതാണ് കേസിൽ അതിവേഗം തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായ ഒരു കാര്യം. ഇതോടെ വീട്ടുവിലാസം കിട്ടിയ പോലീസ് അവിടെ എത്തുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലുമാണ് കേരള മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ
ചുരുളഴിഞ്ഞത്. എന്തായാലും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ, കണ്ണിൽ ചോരയില്ലാത്ത നിഷ്ഠൂര കൃത്യം ചെയ്ത യുവതിക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് കേരള ജനത ഒന്നാകെ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.